യുവരാജ്, ശ്രീ ജാബിർ പറഞ്ഞത് 100% ശരിയാണ്. അതായത് ഒരു എലൈറ്റ് ക്ലാസ്സാണ് ഇപ്പോൾ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്, അല്ലേ? കോട്ടും സൂട്ടും ഒക്കെ ഇട്ടവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആട് ജീവിതം നയിച്ച വ്യക്തി, അദ്ദേഹം ഇന്നൊരു സെലിബ്രിറ്റി ആയപ്പോഴാണ് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചത്. അദ്ദേഹം പറഞ്ഞ പോലെ എത്രയോ ലേബർ ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ദുരിത ജീവിതമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വേദന മാറ്റാൻ, അല്ലെങ്കിൽ അവരെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ മൾട്ടി സ്കില്ല് ഉള്ള ആളുകളാണ് നമ്മുടെ പ്രവാസി മലയാളികൾ. അവരെ നാട്ടിലേക്ക് പുനരധിവസിപ്പിച്ച് ഇവിടെ പുതിയ എന്തെങ്കിലും പദ്ധതികൾ അത് സർക്കാർ നിയന്ത്രണത്തിൽ അത് ആരംഭിക്കേണ്ടതിന് പകരം ഇവിടെ കേരള കലാമണ്ഡലത്തെ ചുമതലപ്പെടുത്തുന്നു കലാപരിപാടികൾ വിദേശ രാജ്യങ്ങളിൽ അവതരിപ്പിക്കാൻ വേണ്ടി. അത് ലോക കേരള സഭ ഇല്ലെങ്കിലും അത് നടക്കുമല്ലോ. പിന്നെ കേരളത്തിൽ നിന്ന് എത്ര കലാകാരന്മാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് ലോക കേരള സഭ നടത്തിയിട്ടാണോ പോകുന്നത്? നമുക്കത് വേദന നിറഞ്ഞൊരു തമാശയായിട്ടേ നമുക്കതിനെ പറയാൻ കഴിയുള്ളൂ. കാരണം അവരുടെ വേദന നിറഞ്ഞ ജീവിതത്തിനിടയിൽ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി അവർക്ക് ഓൺലൈൻ വഴി ഇനിയിപ്പോൾ കലാമണ്ഡലത്തിൽ കൂടി കഥകളിയും കുച്ചിപ്പൊടിയും ഒക്കെ പഠിക്കാമല്ലോ. ശ്രീ മുഹമ്മദ് ജാബിർ പറഞ്ഞ പോലെ മലയാളി പ്രവാസി അവിടെ മൾട്ടി സ്കിൽഡാണ്. അവരുടെ സ്കില്ലുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. കുറച്ച് പേർക്ക് കുച്ചിപ്പൊടി, കുറച്ച് പേർക്ക് മോഹിനിയാട്ടം. സത്യഭാമയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യുന്ന നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു പദ്ധതിയാണ്. റിയാലിറ്റിയിൽ നിങ്ങൾ ഇതൊന്നും പ്രതീക്ഷിക്കരുത്, ഗ്രൗണ്ടിൽ നിങ്ങൾ ഇതൊന്നും തന്നെ പ്രതീക്ഷിക്കരുത്. കേരളത്തിൽ എന്താണ് പ്രശ്നം? ഇപ്പോൾ പ്രവാസികൾക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംരംഭകത്വത്തിനുള്ള അവസരം കൊടുക്കും. എന്ത് സംരംഭം ഇവിടെ തുടങ്ങാനാകുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. 3 സംരംഭങ്ങൾ ഇവിടെ തുടങ്ങാൻ കഴിയുന്നത്. 1 കയറ് ബിസിനസ് നന്നായിട്ട് പോകും. 2 എലിവേഷം നന്നായിട്ട് പോകും. 3 പിച്ചച്ചട്ടി. ഇത് 3 നന്നായിട്ട് പോകും. കാരണം ആൾക്കാർക്ക് ശമ്പളമില്ല. ഈ പറയുന്ന കലാമണ്ഡലത്തിൻ്റെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇവിടെ ഓൺലൈൻ ക്ലാസ് നടത്തിക്കാൻ പോകുകയാണല്ലോ. ഈ കഴിഞ്ഞ ജനുവരിയിലെ വാർത്തയായിരുന്നു 3-4 മാസമായിട്ട് കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല, അവരുടെ PF പോലും അടച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആൾക്കാർക്ക് യുവരാജ് ഒരു കാര്യം കൂടി, ആ കേരളീയത്തിന് കലാപരിപാടികൾ അതിലേക്കാണ് ഞാൻ വരുന്നത് അഭ്യർത്ഥി. അതായത് കേരളത്തിൽ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം സർക്കാർ തന്നെ പറയുന്നത്, ഇപ്പോൾ CPO-കാരുടെ റാങ്ക് ലിസ്റ്റുകാരുടെ സമരം നമ്മൾ കണ്ടാണല്ലോ. അവരോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ല ശമ്പളം തരാൻ, അതുകൊണ്ട് നിയമനം നടത്താൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പോൾ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല, ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, നിയമനം നടത്താൻ കഴിയുന്നില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചെലവ് ചുരുക്കലാണ്. ഇത് പണ്ടൊരാൾ ഈ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് വലിയ പൊണ്ണത്തടിയൊക്കെ ആയിട്ട് ഡോക്ടറോട് പോയിട്ട് ചികിത്സിക്കാൻ പോകുമ്പോൾ ഡോക്ടറോട് ഡയറ്റ് എഴുതി കൊടുക്കും. രാവിലെ 2 ഇഡ്ഡലി മാത്രം, ഉച്ചയ്ക്ക് 2 തവി ചോറ് മാത്രം, രാത്രിയിൽ ഒരു കഞ്ഞി മാത്രം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോൾ ഇയാൾ അവസാനം തിരിച്ചെടുത്ത് വെച്ചിട്ട് ചോദിക്കും, സാർ ഇതൊക്കെ ഭക്ഷണത്തിന് മുമ്പാണോ ശേഷമാണോ എന്നുള്ള കാര്യം. അത് പറഞ്ഞതുപോലെയാണ് ഇവിടെ ചെലവ് ചുരുക്കലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിണറായി സർക്കാർ തിരിച്ചു ചോദിക്കുന്നത്, ഇത് കേരളീയവും ലോക കേരള സഭയും നവകേരള ഉഡായിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണോ നമ്മൾ ചെലവ് ചുരുക്കേണ്ടത്, അതോ അതിന് മുമ്പാണോ എന്നുള്ളതാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ 35 ലക്ഷം രൂപ 50 ലക്ഷം രൂപ എന്തൊക്കെയാണ് ഈ വഴിനീളെ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ മാറ്റി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, കുവൈറ്റിലുള്ള ആൾക്കാർ 24 പേര് അവിടെ മരണപ്പെട്ട് നമ്മളെല്ലാവരും അതിൻ്റെ ദുഃഖത്തിലിരിക്കുകയാണ്. ഇവർ വഴിനീളം അലങ്കരിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ലൈറ്റും കൂടി ഇട്ട് വെച്ച് അലങ്കരിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. നവകേരള സദസ്സ് നടക്കല്ല, കേരളീയം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടാണ് 2 കോടി രൂപയ്ക്ക് ലൈറ്റ് ഇട്ട് വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ ജാബിർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഫോക്കസ് ഇല്ല. എന്താണ് ഇവർ ചെയ്യുന്നത്? ഓക്കെ, വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത് ആദ്യത്തെ തവണയാണ് നടക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തോ നടക്കുകയാണ്, അതിൻ്റെ അകത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കണം. ആ ഡിസ്കഷന് സ്വാഭാവികമായിട്ടൊരു ഔട്ട്പുട്ട് ഉണ്ടാവണം, അത് ഇംപ്ലിമെൻ്റ് ആവണം. 2ാമത്തെ തവണയും നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ വർഷം അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനൊരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നിട്ടില്ല. 3ാമത്തെ തവണ ഒന്നും നടക്കുന്നില്ല, 4ാമത്തെ തവണ ഒന്നും നടക്കുന്നില്ല. ഇപ്പം അദ്ദേഹം പറയുന്ന പോലെ തന്നെ കോവിഡിൻ്റെ സമയത്താണ് ലോകത്തുള്ള മലയാളികൾ അല്ലെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ മുഴുവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന. ആ സമയത്ത് ഈ പറയുന്ന നോർക്കയെ കൊണ്ടോ ലോക കേരള സഭയെ കൊണ്ടോ ഈ പറയുന്ന പ്രവാസികളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ സുഖമായിട്ട് ഇരിക്കുകയാണോ അല്ലയോ എന്ന് പോലും ചോദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? പിന്നെ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടുള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അമേരിക്കക്കാർ ഇവിടുത്തെ നമ്മുടെ ശൈലജ ടീച്ചറെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലോക കേരള സഭ കൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല.
അമേരിക്കക്കാർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഇവിടുന്ന് നമ്മുടെ ടീച്ചറമ്മയായിരുന്നു മരുന്ന് കുറിപ്പ് കൊടുത്തയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് വേദനിപ്പിക്കുന്ന തമാശകളാണ്, പക്ഷേ നമുക്കിത് പറഞ്ഞേ പറ്റൂ. മനുഷ്യ വേറെ നിവൃത്തിയില്ല. ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാന്നുണ്ട് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നേ, ആൾക്കാർക്ക് നിയമനം കൊടുക്കുന്നേ, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നേ, ഇതൊന്നും ചെയ്യാണ്ട് നിങ്ങൾ എന്ത് നിങ്ങൾ കേരളത്തിന് എന്താണ് ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്? പുറത്തേക്ക് എന്താണ് നിങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലോട്ടറി, മദ്യം, പെട്രോളിൻ്റെ സെസ്, ഇതൊക്കെയാണ് വരുമാനം. ഇതാണോ നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിനെ ബ്രാൻഡിങ് ആയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ലോക കേരള സഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്നത് കുറേ ഫോട്ടോ പ്രദർശനം നടത്തും, വീഡിയോ പ്രദർശനം നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഫോട്ടോ പ്രദർശനവും വീഡിയോ പ്രദർശനവും ഒക്കെ സാധാരണ പോലെ അങ്ങ് നടത്തിയാൽ പോരെ? അതിനൊരു കിയോസ്ക് ഇട്ടാൽ പോരെ? ഏതെങ്കിലും എയർപോർട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെതായ സംവിധാനങ്ങളിലോ ഒരു കിയോസ്ക് ഇട്ടാൽ പോരെ? അതിൻ്റെ ആ രീതിയിൽ അതിനെ കൊണ്ടുപോയാൽ പോരെ? ഇനി എന്തിനാണ് ഇത്രയും വലിയ ദൂർത്ത് നടത്തിയിട്ട് ഇങ്ങനൊരു സഭ നടത്തുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടത്തിയാൽ മാത്രമേ അവർക്കൊരു മനസ്സുഖമുള്ളൂ. അതിനു വേണ്ടി നടത്തുന്നു, അത്രേ ഉള്ളൂ. ശ്രീ ജോജോ, യുവരാജ് പറഞ്ഞതുപോലെ ഇതിനൊരു ഫോക്കസ് ഇല്ല. ഈ സഭ കൊണ്ട് ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെ, ഈ സഭ നടത്തിയതിന് ശേഷം എന്തായിരിക്കണം അതിൻ്റെ ഔട്ട്കം, എന്താണ് അതിൻ്റെ റിസൾട്ട്? അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള രൂപരേഖയും സർക്കാരിന് ഇല്ല. അതുകൊണ്ടാണ് അതായത് 3 വർഷം മുമ്പ് തുടങ്ങിയത് ഇപ്പോഴും അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഒരു ദിശാബോധം ഇല്ല. ഇത് നോക്കൂ, ഇപ്പോൾ പറയുന്നു ലോക കേരള സഭ ഭാവിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നു പോവാതിരിക്കാൻ നിയമപരിരക്ഷ നൽകാൻ ശ്രദ്ധിക്കും, പ്രതിപക്ഷത്തോടക്കം ഇത്തരം കാര്യം ചർച്ച ചെയ്യും. അതായത് ഇത് ഇനിയിപ്പോൾ ഏത് മന്ത്രിസഭ മാറി വന്നാലും ഏത് സർക്കാർ വന്നാലും ഈ സംഭവം, ഈ ഒരു പ്രതിഭാസം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഉറച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ലോക കേരള സഭയുടെ ഏറ്റവും ശക്തമായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മറ്റൊരു കാര്യം നോക്കൂ, ഇവിടെ കേരളത്തിലെ ടൂറിസം വലിയ അഭിവൃദ്ധി നേടി എന്നാണ് പറയുന്നത്. ടൂറിസ്റ്റുകളുടെ വരവ് കൂടി. 2023 87.83% വർധനവാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. അത് ലോക കേരള സഭയുടെ ഔട്ട്കമാണോ? അത് സഭ നടത്തിയില്ലെങ്കിലും കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ച സഞ്ചാരികൾ അവർ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഇതിൻ്റെ നേട്ടമായിട്ട് നിരത്തേണ്ട കാര്യം എന്താണ്? അപ്പോൾ ജോജോ, ഇതിനൊരു ഫോക്കസ് വേണ്ടേ? ആ ഫോക്കസ് ഈ ലോക കേരള സഭയുടെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി എന്നതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫോക്കസ് വേണം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ പലതും നടപ്പിലാക്കാൻ സാധിച്ചില്ല. വീണ്ടും അവരുമായിട്ട് ബന്ധപ്പെടുന്നു. ഇത്തവണയും വന്നിരിക്കുന്ന കഴിഞ്ഞ തവണ പറഞ്ഞ പല നിർദ്ദേശങ്ങളാണ് വീണ്ടും അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് പറഞ്ഞ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സ്ഥിരം സംവിധാനമായി നിർത്തണം. അത് പ്രവാസികളുടെ മനസ്സാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് രാഷ്ട്രീയമല്ല പ്രശ്നം. ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അപാകതകളൊക്കെ ചൂണ്ടിക്കാണിച്ചതൊക്കെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് അവതരിപ്പിക്കാൻ വേണ്ടി വേദി വേണമെന്നുള്ളത് ഇന്ന് ഈ പറയുന്ന ഈ കേരള സഭ വരുന്നതിന് മുമ്പ് ഇതുണ്ട്. അതിനു മുമ്പ് ഇതുപോലെ സഭകൾ വിളിച്ചു നടത്തി. പക്ഷെ അത് എങ്ങനെ നടത്തണം, എല്ലാവരും വിളിക്കണോ, സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ വിളിക്കണോ എന്നുള്ളതൊക്കെ ആയിരുന്നു അന്നത്തെ പ്രശ്നങ്ങൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ആരും എതിർക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകൾ പറയുന്ന നിർദ്ദേശമാണ് ഇന്ന് അവതരിപ്പിച്ചത്. പക്ഷേ ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്നൊരു മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരണം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇത്തരം നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം സഭ കൂടിയതിനു ശേഷം പിന്നെ വരാനൊക്കെ അടുത്ത സഭ വരുമ്പോൾ ഇത് നമ്മൾ വീണ്ടും സഭയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ സഭയെക്കുറിച്ച് ചിന്തിക്കുന്നു. അതല്ലാതെ ഇതിനകത്ത് പറഞ്ഞ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവണം. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. ഇപ്പൊ ഈ പറയുന്ന ടൂറിസം ആയിട്ട് ലോക കേരള സഭയിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ആളുകൾ പറയുന്ന സജഷൻസ് ഇപ്പം മെയിനായിട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള മലയാളികൾ അവർക്ക് കൃത്യമായിട്ട് ലോക പരിചയമുണ്ട്, അവർക്ക് നല്ല കഴിവുണ്ട്. നേരത്തെ സൂചിപ്പിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ അവർക്ക് വളരെ കഴിവുണ്ട്. ഈ കഴിവുകളെയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിന്ന് തരാൻ വേണ്ടി പ്രവാസികൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാക്കി തന്നാൽ മതി, ഞങ്ങൾ ഇവിടെ ബിസിനസ് തുടങ്ങാൻ തയ്യാറാണ്. എന്താണോ കേരളത്തിന് ആവശ്യം
അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള പ്രവാസിക്ക് ഒരു കൂട്ടായ്മയാണ് പുറത്തു നിൽക്കുന്നത്. അതിലുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഇതിലേക്ക് വരുന്നുള്ളൂ. അതാണ് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയങ്ങളിൽ ഒക്കെ അവർ ഇൻവോൾവ്മെന്റ്. ഇപ്പൊ തന്നെ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനകത്ത് ഒരു വിഷയം പറഞ്ഞത്, കേരളത്തിൽ പുറത്ത് താമസിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ കാണാം. ഇവിടെ നമുക്ക് കേരളത്തിൽ കാസർഗോഡ് വന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുമ്പോൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒരു ടോയ്ലറ്റിൽ പോകാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ ടൂറിസത്തെ ആകർഷിക്കാൻ പറ്റുന്ന ചെറിയ കാര്യമാണ്. നമ്മൾ വലിയ വലിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും വളരെ നിസ്സാരമായ ഒരു കാര്യം അത് വേണമെന്നുണ്ടെങ്കിൽ പ്രവാസികൾ ഗവൺമെന്റ് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ട്, ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗുണഭോക്താവായി മാറുന്നത് ഈ പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളും പൊതുപ്രവർത്തകരും തന്നെയാണ്. അത് വനിതാ പ്രവർത്തകരടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർ ശക്തമായി നിലനിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അവർക്ക് കാസർഗോഡ് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പൊതുപരിപാടിക്ക് പോയാൽ തന്നെ എവിടെയാ പോകാൻ പറ്റുക? അപ്പം ഇത് ടൂറിസത്തിനും ഇത് സഹായിക്കും. കേരളത്തിനും ഞാൻ ഇപ്പോൾ ബോംബെയിലാണെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു 1-2 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അവിടെയൊക്കെ ടോയ്ലറ്റ് ഉണ്ടെന്ന് കാണാം. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ഗവൺമെന്റ് സാധിക്കുന്നില്ലെങ്കിൽ പ്രവാസികളെ ഏൽപ്പിക്കുക, ഇവർ ചെയ്തു തരാമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ പല നിർദ്ദേശങ്ങളും ഇവിടെ വയ്ക്കുകയാണ്. ആ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് നടപ്പിലാക്കുന്നില്ല. മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരണം. അത് വളരെ ശക്തമായിട്ട് തന്നെ പറഞ്ഞു. പല കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടി മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരണം. ഈ തവണ അതിന് കുറച്ച് ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയിലേക്ക് ആളുകൾ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പോ മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അപ്പൊ ഏകപക്ഷീയമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇതിനകത്ത് കൃത്യമായ ട്രാൻസ്പെറൻസി ഉണ്ടാവണം ആ കാര്യത്തിൽ. പക്ഷേ പ്രവാസികളുടെ കാര്യത്തിൽ ഗവൺമെന്റ് മുൻകൈ എടുത്ത് ഈ കേരളത്തിൽ നടത്തുന്നതിനെ എല്ലാവരും അംഗീകരിക്കുകയാണ്. കാരണം അവരെ വിളിച്ചു കൂട്ടുന്നതിനെയാണ് അംഗീകരിക്കുന്നത്. നടത്തിപ്പിക്കുന്ന രീതിയെയും അതിനുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങളൊന്നും പ്രവാസികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് അവർ കാണുന്നില്ല. അവർക്കിവിടെ വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയണം. ഇതിനകത്ത് അവരുടെ ചെലവൊക്കെ അവർ തന്നെ എടുത്തിട്ടാണ് വരുന്നത്. ഇപ്പൊ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവർ വലിയ എമൗണ്ട് ചിലവാക്കിയിട്ടാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നമുക്ക് കുറച്ച് സാമ്പത്തികമായി ഒരു ഉയർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോൾ പിന്നെ ചിലർക്ക് അവസരം കിട്ടുന്നു, ചിലർക്ക് അവസരം കിട്ടുന്നില്ല. അവസരം കിട്ടാത്ത ആളുകൾക്ക് അവസരം ഇവിടെ 7 മേഖല തിരിച്ചുകൊണ്ട് അവിടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ഏരിയയിൽ. അവിടെ എല്ലാവർക്കും സംസാരിക്കാൻ അവസരമുണ്ട്. അതൊന്നും നമ്മൾ പുറത്ത് ആളുകൾ അറിയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നോ സംസ്ഥാനത്തുള്ള എല്ലാ വന്നിരിക്കുന്ന പ്രതിനിധികൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ചർച്ചയുണ്ട്. മന്ത്രി അതിന് ചെയർമാനാണ്, MLA-മാരും MP-മാരും ഒക്കെ അതിനകത്ത് വന്നിരിക്കുന്നുണ്ട്. അവിടെ ചർച്ച നടക്കും. പക്ഷേ ഈ കാര്യങ്ങൾക്കൊന്നും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഈ സഭ നടത്തണം, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മന്ത്രിമാരും ജനപ്രതിനിധികൾ ഇരുന്ന് തരണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റ അഭിപ്രായം തന്നെയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. അത് സെൻട്രൽ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്താൻ കൺകറന്റ് ലിസ്റ്റ് വരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് സ്റ്റേറ്റ് ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഇപ്പോൾ യാത്രാ പ്രശ്നത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. കേരള ഗവൺമെന്റ് ആവശ്യപ്പെടണം. ഇപ്പൊ ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ ഇല്ലെങ്കിൽ ആ ട്രെയിനിന്റെ പ്രശ്നം അവിടുത്തെ സമാജങ്ങൾ കൊണ്ടേ അവിടെയുള്ള ആളുകൾക്കൊക്കെ ലെറ്റർ കൊടുത്തുകൊണ്ട് കാര്യമില്ല. കേരള ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങളുടെ പട്ടികയിൽ മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്രാ ദുരിതം അനുഭവിക്കുന്ന പ്രശ്നം ഉയർത്തണം. ഇതിനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഓരോ സഭ വരുമ്പോഴും അവിടെ പറയുന്ന കാര്യമാണ്. ഇത്തവണ 2022 സഭ 3ാം സമ്മേളനം നടന്നതിന് ശേഷം 4ാം സമ്മേളനം നടക്കുമ്പോൾ 3 കഴിഞ്ഞ് 4 വരുമ്പോൾ സമ്മേളനം നടക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതിനകത്തുള്ള പിന്നെ ഇതിനകത്ത് വരുന്ന സ്പോൺസർഷിപ്പാണ് പറയുന്നത് വരുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പൊ ഇവർക്ക് റൂം എടുത്തു കൊടുക്കുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ഒരു പൊതുപ്രവർത്തനക്കാർ ആർക്കെങ്കിലും അത്യാവശ്യം വന്ന് റൂം കൊടുക്കണമെന്ന് അറിയാലും ഹോട്ടലിൽ കാര്യമായിട്ടുണ്ടെങ്കിൽ ആളുകൾ കൊടുക്കും. ഇപ്പൊ ഇവിടെ റൂം കൊടുക്കുന്നതിന്റെ ചെലവുകൾ, ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണമൊക്കെ സ്പോൺസർഷിപ്പാണ്. പല ആളുകളും സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ തവണ SBI കണ്ടിരുന്നോടെ SBI സ്പോൺസറാണ് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെ ഞാൻ അവിടെ കണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ബാക്കിയുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ വിശകലനം ചെയ്യാനോ അതിനെപ്പറ്റി ഡോക്യുമെന്റ് കളക്ട് ചെയ്യാനോ നിന്നിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അപ്പം ഗവൺമെന്റ്, മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ട് ആളുകൾ കാണണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ മന്ത്രിമാര് അവരെല്ലാവരും ഈ പറയുന്ന പ്രവാസികൾ കാണുന്നു. പക്ഷെ പ്രവാസികളുടെ കഴിവുകൾ അവരുടെ ഇവിടെ ഉപയോഗപ്പെടുത്തണമെന്ന് ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഒരു അതാണ് നവകേരള സൃഷ്ടി ഉണ്ടാവുന്നത്. അല്ലാണ്ട് നമ്മൾ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നവകേരള സൃഷ്ടി ഉണ്ടാവില്ല. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ അവർ തയ്യാറാണ് സഹായിക്കാൻ വേണ്ടി. എന്താണോ നിങ്ങൾ ആവശ്യപ്പെട്ടു അത് ചെയ്യാൻ തയ്യാറാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നടത്തിപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ട്രാൻസ്പെറൻസി ഉണ്ടാക്കണം. അതല്ലാതെ ഇത് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യത്തിലുള്ള മെച്ചം പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പർമാർക്കോ ഉണ്ടാവുമെന്നുള്ള യെസ്. ജാബിർ, ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചത്, നേരത്തെ പ്രവാസികൾ അനുഭവിക്കുന്ന യാത്രാ ബുദ്ധിമുട്ടുകളെ കുറിച്ച് താങ്കൾ പറഞ്ഞു. എയർ കേരള പദ്ധതി പോലും ഒരു കാലത്ത് പിന്നെ
വലിയ കൊട്ടിഘോഷിച്ച് പറഞ്ഞ് നടന്നിരുന്നതായിരുന്നു. അതായത് ഈ യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ചെറിയ ലോ കോസ്റ്റ് പിന്നെ സംവിധാനം ഉണ്ടാക്കും, ഫ്ലൈറ്റ് കേരള ഗവൺമെൻറ്റിൻ്റേതായിട്ട്, അങ്ങനെ ഒരു ആശയമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുന്നോട്ട് പോയില്ല. എനിക്ക് തോന്നുന്നു പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം ലഭിക്കുന്നത് ഈ ടിക്കറ്റ് നിരക്ക് കുറക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ലോക കേരള സഭ കൂടി അങ്ങനെ ഒരു തീരുമാനം എങ്കിലും എടുത്താൽ മതിയായിരുന്നു. അത് കേന്ദ്ര സർക്കാരിനെ കണ്ട് പിന്നെ അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ വിവിധ എയർ കമ്പനികളെ കണ്ട് അഭ്യർത്ഥിക്കുക, ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന്. അതുപോലും ഉണ്ടാവുന്നില്ല. നേരത്തെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം ഈ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നവർ കാണിക്കുന്നില്ല. വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തിരുത്തേണ്ടിടത്ത് തിരുത്തണം എന്ന് പറയാൻ ആരും തയ്യാറാവുന്നില്ല. പകരം രാജാവിന് സ്തുതി പാടുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഇതിനൊരു മാറ്റം വരാതെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എയർ കേരള എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചതും അതുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോയത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഭരണത്തിന് തുടർച്ച കിട്ടാതിരിക്കുകയും പിന്നീട് വന്ന സർക്കാർ ആ ഒരു കാര്യത്തിൽ വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് കൊണ്ടാണ് എയർ കേരള എന്നുള്ള സ്വപ്നം ഇല്ലാതെ പോയത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു പുതിയൊരു പദ്ധതി, അതായത് കപ്പൽ യാത്രയെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്, അതിന്റെ കൊട്ടേഷൻ. പക്ഷെ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുക, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ലോക കേരള സഭ എന്തിനു വേണ്ടി ചേരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം ഒരു ധാരണ വേണ്ടത്. പ്രവാസി വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനാണോ, അതല്ല നമ്മുടെ കലകളെ പരിപോഷിപ്പിക്കാനാണോ, അതല്ല ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കാനാണോ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ കൊണ്ടുവരാനാണ്? എന്തിനു വേണ്ടിയാണ് ഈ ലോക കേരള സഭ? കാരണം ഇത് പ്രവാസികളെ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ. അപ്പൊ അത് എന്താണെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട, ഒരു ഫോക്കസ് അതുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എനിക്ക് മുമ്പേ സംസാരിച്ച സുഹൃത്ത് കേരള ലോകസഭയിൽ പങ്കെടുത്ത ഒരാൾ, അദ്ദേഹത്തിന് പോലും കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്തു എന്നോ എന്ത് തീരുമാനങ്ങൾ എടുത്തു എന്നോ പ്രവാസിക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു എന്ന് പറയാൻ സാധിക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ വേഗമായിട്ട് കുറെ കാര്യങ്ങൾ പറയുക എന്നല്ലാതെ എന്താണ് തീരുമാനം? ഈ 4ാം കേരള ലോകസഭ താഴെ പറയുന്ന 1, 2, 3, 4 എന്ന് പറയുന്ന പ്രവാസിയുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരിഹാരം കാണാൻ ഇന്ന നടപടികൾ നിർദ്ദേശിച്ചു, അതല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന പേരെ ചുമതലപ്പെടുത്തി എന്തെങ്കിലും പറയാൻ ഈ സർക്കാരിന് സാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം. സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരത്തെ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ പോലും അമേരിക്കയിൽ നടന്ന പരിപാടിയുടെ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ പോലും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ആരാണ് ഇതിനു വേണ്ടി ഫണ്ട് ചെയ്തിരിക്കുന്നത്, എത്ര രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത്, ഇത് ആരുടെ സ്പോൺസർഷിപ്പിലാണ് നടന്നിരിക്കുന്ന വ്യക്തതയില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് സംസാരിച്ചൊരു കാര്യമാണ്. ലോക കേരള സഭയുടെ ഒരു വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗസ്ഥരുള്ള ഒരു വിഭാഗമാണ് ഈ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് കഴിഞ്ഞ 3ാം കേരള ലോകസഭ നടക്കുമ്പോൾ അതിനകത്തുള്ള അംഗങ്ങളുടെ പേരും അതുപോലെ തന്നെ അതിനകത്തുള്ള മറ്റ് ഡീറ്റെയിൽസും 2ാം കേരള ലോകസഭയുടേതായിരുന്നു. അത്രമാത്രം അപ്ഡേറ്റഡ് അല്ലാത്ത ഒരു സംവിധാനമായിട്ടാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രവാസികളുടെ ഒരു സമ്മേളനം നിങ്ങൾ കൂടുന്നത് എന്നുള്ളത് വളരെ തമാശയായിട്ട് തോന്നുക. കാരണം ഞങ്ങളൊക്കെ, ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങളെക്കാളും ഒരുപാട് അപ്ഡേറ്റഡ് ആണ് ഞങ്ങൾ. ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രവാസികളുടെ സമ്മേളനത്തിന്റെ ഒരു വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, ഞാനിതിനെ ഒരു വല്ലാത്ത രീതിയിൽ അങ്ങ് എതിർത്തില്ലാതാക്കുകയല്ല. പ്രവാസികൾക്ക് സമ്മേളിക്കുവാനും അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനും ഒരു സർക്കാരും അതിനൊരു വേദിയും ഒക്കെ അത്യാവശ്യമാണ്. അത് വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അത് ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുകയും അതിനകത്ത് എല്ലാവരുടെയും പ്രാതിനിധ്യം ഉൾക്കൊള്ളുകയും അതിനകത്ത് പ്രതിപക്ഷങ്ങളുടെ കൂടി ശബ്ദം കേൾക്കാൻ ഈ സർക്കാർ തയ്യാറാവുകയും ചെയ്യണമെന്ന് വളരെ മിനിമമായിട്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് അഭ്യർത്ഥിക്കാനുണ്ട്. ഇവരെ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹത്തോട് പറയാനുള്ളത്, ലോക കേരള സഭയുടെ വെബ്സൈറ്റ് പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. 1-1.5 കോടിയോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്ത് തരും. കാരണം മൈക്രോസോഫ്റ്റ് എക്സല്, ടാലി ഇതൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,72,00,000 രൂപ വാങ്ങിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ആ കമ്പനിയോട് പറഞ്ഞാൽ 1.5 കോടി രൂപ കൊടുത്താൽ അവർ ശരിയാക്കി തരും. എന്തായാലും ജാബിർ എന്താ പറഞ്ഞത്, ആവർത്തിക്കാമോ? ഈ വർഷത്തെ അല്ല വെബ്സൈറ്റ്, ഞാൻ കഴിഞ്ഞ 3ാം കേരള ലോകസഭയുടെ വെബ്സൈറ്റ് ആണ് ഞാൻ. ശരി, മനസ്സിലാക്കും. അല്ല, അന്നും ഈ കമ്പനി ഉണ്ടായിരുന്നു കേട്ടോ. യെസ്, എന്തായാലും ഈ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രവാസി മലയാളികളുടെ
നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവണം സഭ ചേരേണ്ടത്. സഭ സജീവമായി ചർച്ച ചെയ്യേണ്ടതും അത്തരം വിഷയങ്ങളാണ്. അല്ലെങ്കിൽ ഇത്തരം സഭകളെ ആഭാസം എന്ന് മാത്രമേ നമുക്ക് പറയാൻ ആവൂ. ഏതായാലും മാറ്റങ്ങൾ ഉൾക്കൊള്ളും ഭരണാധികാരികൾ, അതിനനുസരിച്ച് പ്രവാസി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന പ്രത്യാശ വെച്ച് പുലർത്തുകയാണ്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.